ബ്രിട്ടനിലെ റോമൻ സാമ്രാജ്യത്തിൻ്റെ 3 ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ചെസ്റ്റർ. ദീ നദിയിലൂടെ ഉണ്ടായിരുന്ന വാണിജ്യ വ്യവസായ സാധ്യതകളെ പരമാവധി അവർ ഉപയോഗിച്ച് ഇതിനൊരു വലിയൊരു കേന്ദ്രമായിട്ട് അവർ വളർത്തിയെടുത്തു. ആ റോമൻ കാലഘട്ടത്തിനുണ്ടായിരുന്ന അതേ പ്രതാപം കുറേ കാലത്തോളം കാത്തു സൂക്ഷിക്കാൻ പറ്റി. പിന്നെ മെഡീവിയൽ കാലഘട്ടത്തിന് ശേഷം ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വന്നപ്പോൾ അടുത്തുള്ള ലിവർപൂൾ, മാഞ്ചസ്റ്റർ തുടങ്ങിയ ടൗൺസ് വലിയ സിറ്റീസായി ഡെവലപ്പ് ചെയ്ത് വരുന്നവരെ ചെസ്റ്റർ ഒരു വലിയ കേന്ദ്രമായിരുന്നു വാണിജ്യത്തിൻ്റെ. ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സിറ്റി വാളിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ സിറ്റി മുഴുവൻ കവർ ചെയ്യണ ഒരു വാൾ സ്ട്രക്ചറാണത്. 3 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആദ്യം വാൾ ഇവിടെ പണി ചെയ്തത് റോമൻസ് ആണ്. ഒരു എനിക്കുണ്ട് 70-80 AD ആ കാലഘട്ടത്ത്. പിന്നെ ഒരു 300ഓളം വർഷം റോമൻസ് ബ്രിട്ടനിലുണ്ടായിരുന്നു, ചെസ്റ്ററിലുണ്ടായിരുന്നു. അവർ വിട്ട് കഴിഞ്ഞപ്പോൾ ഈ അന്നത്തെ റോമൻ വാൾസൊക്കെ ഡിസ്റിപ്പയറായി, പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓവർ ദി സെഞ്ച്വറീസ് മെഡീവൽ കാലം വരെ പല ആൾക്കാരും ഇവിടെ റൂൾ ചെയ്തിരുന്നു. അവർ അവരുടേതായ വാൾ പണി ചെയ്തു. ഇന്നിപ്പോൾ കാണുന്ന നമ്മൾ നടന്നു പോകുന്ന വാൾ ഒരുവിധം എല്ലാം ഈ മെഡീവൽ കാലഘട്ടത്തിലെ വാളാണ്. ചില സ്ഥലത്ത് മാത്രം നമുക്ക് റോമൻ വാൾസ് കാണാം. അതെ, അതിൻ്റെ റൂയിൻസ് മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ അത് നിലനിൽക്കുന്നില്ല. എന്നാലും ഒരു വാൾ സ്ട്രക്ചർ എല്ലായിടത്തും ഈ സിറ്റി മുഴുവൻ കവർ ചെയ്യണുണ്ടേനു. പല പല കാലഘട്ടത്തിൽ നിന്ന് വന്നതാണ് അതെന്ന് പറയാം. നല്ല രസമുണ്ടത് ഈ വാക്ക്. ഡിഫറെൻ്റ് ഒരു വാക്കാണ്. നമ്മൾ സാധാരണ ഒരു ടൗണിൻ്റെ അകത്ത് നമ്മൾ നടക്കുമ്പോൾ പാർക്കിലോ അല്ലെങ്കിൽ ഫുട്പാത്തിലോ റോഡിൻ്റെ സൈഡിലോ ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ അങ്ങനെ വല്ലയിടത്തൊക്കെയോ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ വാക്സിലോ നടക്കുക. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് ഫീലാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. UK-ലെ ഏറ്റവും വലിയ റോമൻ ആംഫി തിയേറ്ററാണിത്. സത്യം പറഞ്ഞാൽ ഞാൻ ധരിച്ചിട്ടില്ല UK-ൽ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. ഇറ്റ് വാസ് വെരി സർപ്രൈസിങ് ഫോർ മീ ആക്ച്വലി. അത് തീരെ ചെറുതൊന്നുമല്ല. ഏതാണ്ട് 7000-8000 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്ര. ഇത് 2 നില ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഇപ്പോൾ അവർ എക്സ്കവേറ്റ് ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ. ഇനിയും കുറേ കൂടി ഭാഗങ്ങൾ കുഴിച്ചെടുക്കാനുണ്ടെന്ന് തോന്നുന്നു. ബാക്ക് സൈഡിൽ അതിൻ്റെ ഒരു ചർച്ചാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. എന്താ വെച്ചാൽ അതൊരു ലിസ്റ്റഡ് ബിൽഡിംഗ് ആണ്. പിന്നെ അപ്പോൾ അവർക്ക് അവിടെ കുഴിക്കാനും ആർക്കിയോളജിക്ക് അതൊരു പ്രശ്നമാണ്. അതൊരു പ്രൊട്ടക്റ്റഡ് മോണുമെന്റ്സ് ആണ്. അപ്പോൾ അതൊരു ധർമ്മസങ്കടത്തിലാണ് അവർ. എന്താ ചെയ്യണ്ടേ, അതിൻ്റെ കുഴിക്കണോ വേണ്ടേ, എന്തൊക്കെ കുറേ ചർച്ചകളും പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ഇത് കണ്ടുപിടിച്ചതെന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ മുമ്പ് കുറേ ബിൽഡിങ്സ് ആയിരുന്നു ഇത്ര. ഇവിടെ ഒരു റോഡ് വൈൻഡിങ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ആ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് റോഡിന് വേണ്ടി കുഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ പല അവശിഷ്ടങ്ങളും കണ്ടെത്തി. പിന്നെ ആർക്കിയോളജിസ്റ്റ് വന്ന് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തി ഇത്രയൊക്കെ ഡിസ്കവർ ചെയ്ത് അല്ലെങ്കിൽ പുറത്തെടുത്ത് ഇതൊരു ആംഫി തിയേറ്റർ ആണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. എന്തിനാണ് യൂസ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ റോമിലൊക്കെ ഉള്ള പോലെ കൊളോസിയവും അതൊക്കെ ഉള്ള പോലെ ഒരു ആംഫി തിയേറ്ററാണ്. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി അവരുടെ ട്രെയിനിങ്, അവരുടെ ഗെയിംസ്, യുദ്ധങ്ങൾ, അങ്ങനല്ലേ കുറേ പ്രാക്ടീസ്, കായിക വിനോദങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെ പിന്നെ പണിഷ്മെൻ്റ് ആയിട്ട് അവരെ കൊണ്ട് ഗ്ലേഡിയേറ്റേഴ്സ് അതുപോലെ ആവാം. പക്ഷെ അതിനെ പറ്റി അവർക്കൊന്നും വലിയ വിവരമൊന്നുമില്ല. അതിനെ പറ്റി റെക്കോർഡ്സ് ഒന്നും ഇല്ല, അങ്ങനെ റിട്ടേൺ റെക്കോർഡ്സ് ഒന്നും ഇല്ല എന്നാണ് പറയണത്. പക്ഷേ അതിൻ്റെതായ പല തെളിവുകളും ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് അത്. നമ്മൾ വിചാരിക്കില്ല. നല്ല ഫൗണ്ടേഷനും ബേസും കാണാം. അതെ, ഇവിടെ കുറേ പലകകളൊക്കെ കാണാനുണ്ട്. അതൊക്കെ അന്നത്തെ കാലത്താണോ അറിയില്ല. എന്തായാലും ആ ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിൽ കാണാം. ഡബിൾ സ്റ്റോറീഡ് ആയിരുന്നു എന്നൊക്കെയാണ് അവരുടെ ക്ലെയിം ചെയ്യണത്. അവർ
നല്ലൊരു ഇവിടെ ഇപ്പോൾ അപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാരിങ്ങനെ പിക്നിക്കിനൊക്കെ വന്നിരിക്കുന്നുണ്ട്. വെയിൽ കൊള്ളാനും നല്ല ഒരു പിക്നിക് ഏരിയ ആയിട്ടും കൂടി ആൾക്കാരിപ്പോൾ യൂസ് ചെയ്യണത്. ഒരു കാര്യം നന്നായി, നമുക്ക് ആൾക്കാർക്ക് ഇവിടുന്ന് റൂമിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാം. അതെ, പെർമനൻസ് റൂം. ഇപ്പൊ ഞാനൊരു ഗ്ലേഡിയേറ്റർ. ഇതൊരു റോമൻ ഗാർഡൻ ആണ്. ഈ ഗാർഡൻ അവരുണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സിറ്റിയിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത് കിട്ടിയ പല സ്ഥലത്തു നിന്നും കിട്ടിയ ആർട്ടിഫാക്ട്സ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നല്ല ഭംഗിയിലൊരു ഗാർഡൻ പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് അപ്പുറത്ത് ഒരു റോമൻ ബാത്ത് ഉണ്ട്. അവിടെ പോയാൽ പണ്ട് റോമൻസ് എങ്ങനെയാ ബാത്ത് കുളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെള്ളമൊക്കെ ചൂടാക്കിയിരുന്നതെന്നുള്ളത് കാണാൻ പറ്റും. എൻ്റെ വീട് ചെസ്റ്റർ കാസിൽ, ഏൾ ഓഫ് ചെസ്റ്ററിൻ്റെ വീടാണത്. ഏൾ ഓഫ് ചെസ്റ്റർ എന്ന് വെച്ചാൽ ഒഫീഷ്യലി അത് പ്രിൻസ് ഓഫ് വെയിൽസ് ആണ്. ഇതൊരു 1000 കൊല്ലം പഴക്കമുള്ള കാസിലാണ്. എന്നുവെച്ചാൽ ഈ കാണുന്ന സ്ട്രക്ചർ 1000 കൊല്ലം ഉണ്ടെന്ന് പറയുന്നില്ല, ബട്ട് ഇവിടെ 1000 കൊല്ലമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കാസിലുണ്ട്. നമുക്ക് സമയമില്ല, വൈകുന്നേരമായി തുടങ്ങി, അതുകൊണ്ട് അകത്തേക്കൊന്നും കയറുന്നില്ല. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് ബിൽഡിംഗ്, കാണുമ്പോൾ നല്ല രസമുണ്ട്. സോ നെക്സ്റ്റ് ടൈം. ചെസ്റ്റർ റേസ് കോഴ്സാണത്. ഓഫ് കോഴ്സ് ഇപ്പോൾ ഇവിടെ റേസൊന്നും നടക്കണില്ല. എല്ലാം നിറച്ച് കാരവനും ക്യാമ്പിംഗ് വാൻസൊക്കെ ആയിട്ട് ആൾക്കാർ സ്പ്രിംഗ് ബ്രേക്ക് എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അവിടെ ദൂരെ കാണുന്ന റെയിൽവേ ലൈനാണ് തോന്നുന്നു. രസമുള്ള കാര്യം എന്താ വെച്ചാൽ റേസ് നടക്കുന്ന സമയത്ത് ടിക്കറ്റൊന്നും വേണ്ടാവുണ്ട്. ഇവിടെ റോട്ടിൽ തന്നെ നിന്ന് എല്ലാം കാണാം, എല്ലാ റേസും. ഏത് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ, അറിയില്ല. അപ്പോൾ ചെസ്റ്ററിലെ ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. ഒരുവിധം കാണാനുള്ളതൊക്കെ കണ്ടു. അതർ ദാൻ ചെസ്റ്റർ സൂ. അതിന് ഇനി വേറൊരു ദിവസം മുഴുവനും എടുത്തിട്ട് വരണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് സൂസ് ആണ് അത്. നല്ലൊരു ദിവസമായി അങ്ങനെ എന്തായാലും. അപ്പോൾ നമുക്കിനി അടുത്തൊരു സ്ഥലത്ത് അടുത്തൊരു വീഡിയോയിൽ വെച്ച് കാണാം. ടിൽ ദെൻ, ബൈ. ബൈ.